രാഹുൽ ഗാന്ധിയുടെ സംഘം പിന്മാറാതെ തുടരുകയാണോ? അവർ സംഭലിലേക്ക് പോകാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണോ? 5 പേരെ അവിടേക്ക് പോകാൻ അനുവദിക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. സംഭലിലെ മസ്ജിദ് സർവേയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ വെടിവെപ്പിൽ 6 മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെട്ട പ്രദേശത്തേക്ക് സന്ദർശനത്തിനായി പോവുകയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ ഗാസിപൂർ അതിർത്തിയിൽ വെച്ച് തടഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശ് പോലീസ് എന്നതാണ് ഇപ്പോഴത്തെ ഡെവലപ്മെന്റ്. പോലീസ് അദ്ദേഹത്തെ പോകാൻ സമ്മതിക്കുന്നില്ല. ജില്ലാ മജിസ്ട്രേറ്റ് ആരും പ്രവേശിക്കരുത്, നിരോധനാജ്ഞയാണെന്ന ഉത്തരവുണ്ട്. പ്രതിപക്ഷ നേതാവിന് പോലും പോകാൻ കഴിയില്ല എന്നാണ് പോലീസിന്റെ നിലപാട്. പക്ഷേ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നുള്ള MP ആണ്. അദ്ദേഹത്തെ പോകാൻ അനുവദിക്കണം. ആളുകളെ വഴിയിൽ തടയുന്നതിൽ മര്യാദ എന്താണ്? സംഘർഷം ഉണ്ടാക്കാൻ പോകുന്നവരല്ല, സ്ഥലം സന്ദർശിക്കാൻ പോകുന്നവരാണ് തങ്ങൾ. അതുകൊണ്ട് സന്ദർശിക്കാൻ പോകാൻ രാഷ്ട്രീയ നേതൃത്വത്തെ, MP-യെ, പ്രതിപക്ഷ നേതാവിനെ അനുവദിക്കണമെന്ന ന്യായമായ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് കോൺഗ്രസ്. പക്ഷേ അത് അംഗീകരിക്കുന്നില്ല ഉത്തർപ്രദേശ് പോലീസ്. 5 പേരെ മാത്രമായി ഈ പറയുന്ന നിരോധനാജ്ഞയുടെ പരിധിക്കകത്ത് നിർത്തിക്കൊണ്ട് തന്നെ പോകാൻ അനുവദിക്കണം എന്നുള്ള ആവശ്യം ഇപ്പോൾ പോലീസ് കേട്ടുവെങ്കിലും അവർ അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നില്ല. തൗഫീഖ് അസ്ലം നമ്മോടൊപ്പം തുടരുന്നുണ്ട്. തൗഫീഖ്, ഇപ്പോഴും ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല തീരുമാനം വരുമെന്ന പ്രതീക്ഷയിൽ കാക്കുകയാണോ രാഹുൽ ഗാന്ധി? ആളുകളെങ്കിലും കടത്തിവിടണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടത്. How do you we are waiting here for more than 1.5 hours here, and they are denying entry in Uttar Pradesh. We are waiting here for more than 1.5 hours here, and they are denying entry in Uttar Pradesh border itself. You know it very well that Mr. Rahul Gandhi ji is at the moment is holding a very responsible position of LOP, which I think is a very high constitutional post he is holding. And with all due respect and humility, he requested the administration that I will go alone in police van and meet the victims of Sambhal, and I'll come back. Even for that also, the government and the administration is not allowing us. Rahul Gandhi's stand now. We are waiting for the administration to consider our request. Let's see what they say. എന്തായാലും രാഹുൽ ഗാന്ധി പോലീസിന്റെ പ്രതികരണത്തിൽ അല്ലെങ്കിൽ പോലീസിന്റെ തീരുമാനത്തിനായി കാത്തു നിൽക്കുകയാണ്. ആ തീരുമാനത്തിന് ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ മുന്നോട്ട് പോകണോ വേണ്ടിയോ എന്നുള്ളൊരു തീരുമാനം എടുക്കുക. നിലവിൽ പോലീസുമായി സംസാരിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി അതിനായി കാത്തിരിക്കുകയാണ്. അനുവാദം നൽകുകയാണെങ്കിൽ മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ PCC അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അതിനായി കാത്തിരിക്കുകയാണ്. നിരവധി തവണ പോലീസുമായി ചർച്ച നടത്തി 4-5 ആളുകളെ സംഭലിലേക്ക് പോകാൻ അനുവദിക്കണമെന്നാണ് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് PCC അധ്യക്ഷൻ ഇപ്പോൾ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ പോലീസിന് അനുവാദം നൽകുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതല്ല, പോലീസ് ഇനിയും ഇപ്പോൾ തങ്ങളുടെ ആവശ്യം നിരാകരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിക്കും. രാഹുൽ ഗാന്ധി ആ വിവരം അറിയിച്ചതിന് ശേഷമാകും ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ പോലീസ് PCC അധ്യക്ഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ പോലീസിന്റെ കർശന സുരക്ഷ ഇപ്പോഴും തുടരുകയാണ്. ഒരു കാരണവശാലും രാഹുൽ ഗാന്ധിയെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്നാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാലാണ് രാഹുൽ ഗാന്ധിക്ക് പോകാൻ ഒരു തടസ്സം നിലനിൽക്കുന്നത്. അത് സർക്കാരിന്റെ നിർദ്ദേശമാണ്. അതനുസരിച്ചാണ് രാഹുൽ ഗാന്ധി ഇവിടെ തടഞ്ഞിരിക്കുന്നതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പമുള്ള മുതിർന്ന നേതാക്കളും പറയുന്നത് 5 ആളുകൾക്ക് അവിടെ പ്രവേശിക്കുന്നതിന് കുഴപ്പമില്ല. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ MP-യൊപ്പം മറ്റു 2 ആളുകളെ കൂടി അവിടേക്ക് പോകാൻ UP പോലീസ് സംസാരിച്ചതിനു ശേഷം അതിലൊരു തീരുമാനം അറിയിക്കാമെന്നാണ് നിലവിൽ നേതാക്കളോട് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇപ്പോഴും തുടരുകയാണ്. തീരുമാനം അറിയിക്കാമെന്നാണ് നിലവിൽ നേതാക്കളോട് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രവർത്തകർ ഈ ബാരിക്കേഡിന് സമീപം പ്രവർത്തകരുമുണ്ട്. ഇനി രാഹുൽ ഗാന്ധിയുടെ തീരുമാനം എന്താണ് അറിയാനായിട്ടാണ് ഇപ്പോൾ പ്രവർത്തകർ ഉൾപ്പെടെ കാത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ മടങ്ങിപ്പോകാമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹം തിരികെ ഡൽഹിയിലേക്ക് പോകും. അതല്ല, പോലീസ് അദ്ദേഹത്തിന് പോകാൻ അനുവാദം
നൽകുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി നേരെ സമ്പലിലേക്ക് പോവുകയും ചെയ്യും. ഇവിടെ നിന്ന് ഏകദേശം 140 കിലോമീറ്റർ ഉണ്ട് ആ സമ്പലിലേക്കുള്ള യാത്ര. സമ്പലിൽ ചെന്ന് 1 മണിക്കൂർ അവിടെ സന്ദർശനം നടത്തി തിരികെ വരാനായിട്ടായിരുന്നു രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരുന്നത്. 12:30 സമ്പലിലെത്തി 1:30 സമ്പലിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിക്കുക എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അവർ ഒരു പ്ലാൻ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പോലീസ് ഇവിടെ തടഞ്ഞതിനെ തുടർന്ന് അതെല്ലാം ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുകയാണ്. മുന്നോട്ട് പോകാൻ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ പ്ലാൻ ഇപ്പോൾ വർക്കായിട്ടില്ല. എന്തായാലും ധനസുമോദ് കൂടി നമ്മോടൊപ്പം. ധനസുമോദ്, പോലീസുമായി പരമാവധി സംസാരിച്ചു നോക്കുക, പോലീസ് അനുവദിക്കുന്ന നിലയിൽ മടങ്ങി പോവുക, ഇതാണോ രാഹുൽ ഗാന്ധിയുടെ പ്ലാൻ? ഇപ്പോഴും മടങ്ങി പോകാനും ധനസുമോദ് കേൾക്കുന്നുണ്ടോ? ഇല്ല, ധനസുമോദിലേക്ക് വരാം. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് മടങ്ങിപ്പോകേണ്ടി വരും എന്ന് തോന്നുന്നു. കാരണം പോലീസ് അദ്ദേഹത്തെ ഒരു നിലയ്ക്കും സംഭൽ സന്ദർശനത്തിന് അനുവദിക്കുന്ന മട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ മറുപടി കാത്തിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടത്തിന് 5 പേർ മാത്രമായി പോകാനാണ് പരിപാടി, സമ്മതിക്കുമോ എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. കാരണം ഈ നിരോധനാജ്ഞയുടെ നിബന്ധനകൾക്കകത്ത് നിന്നുകൊണ്ടുള്ള സന്ദർശനം പൂർത്തിയാക്കി മടങ്ങാൻ അനുവദിക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ അപേക്ഷ അല്ലെങ്കിൽ അഭ്യർത്ഥന അത് ജില്ലാ ഭരണകൂടത്തിന് മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ധനസുമോദ് തുടർന്നുണ്ട്. ധനസുമോദ്, രാഹുൽ ഗാന്ധി കുറച്ച് സമയം കൂടി കാത്തിരുന്നിട്ട് മടങ്ങുമെന്നല്ലേ വിചാരിക്കേണ്ടത്? രാഹുൽ ഗാന്ധി ഇപ്പോൾ പോലും ഒരു മടങ്ങും എന്നുള്ള ഒരു തോന്നൽ ഇതുവരെ അറിയിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഈ പോലീസ് നൽകുന്ന ഏത് നിർദ്ദേശങ്ങളും അനുസരിക്കാൻ താൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് പോലീസ് എന്ത് ഉപാധി വെക്കുകയാണെങ്കിലും, എത്ര വലിയ ഉപാധിയാണെങ്കിൽ പോലും അത് അനുസരിക്കാൻ തയ്യാറാണ്. പക്ഷേ അദ്ദേഹത്തിന് സമ്പലിലേക്ക് പോകണം. അതുകൊണ്ട് തന്നെ നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഈ സ്ഥലമായതിനാൽ 4 ആളുകളായിട്ട് തന്നെ 4 നേതാക്കന്മാരായിട്ട് തന്നെ പോകാൻ തയ്യാറാണ് എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ ഇവരെ SP സംസാരിച്ചതിന് ശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെ ഒറ്റയ്ക്ക് പോലും കടത്തിവിടില്ല എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നത്. അതനുസരിച്ച തീരുമാനമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ആ തീരുമാനം അറിയിച്ചിട്ട് പോലും രാഹുൽ ഗാന്ധി പിൻവാങ്ങാൻ തയ്യാറല്ല. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ അടങ്ങുന്ന സംഘം ഇപ്പോൾ വാഹനത്തിൽ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ നിരോധനാജ്ഞയ്ക്കുള്ളിൽ നിന്ന് തന്നെ 4 പേരുടെ കാര്യം, താൻ ഈ ഭാഗത്തുനിന്നുള്ള MP ആണ്, ഉത്തർപ്രദേശിലുള്ള MP ആണ്. അതുകൊണ്ട് ഉത്തർപ്രദേശിലുള്ള MP-യെ ആ സ്ഥലത്തേക്ക് തന്നെ മണ്ഡലത്തിലേക്കെങ്കിലും കടന്നു പോകാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ അപേക്ഷ നിരസിച്ചിട്ട് പോലും അദ്ദേഹം ഇപ്പോഴും ഈ അതിർത്തിയിൽ തന്നെ തുടരുകയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോഴും ഈ ഗാസിപ്പൂർ അതിർത്തിയിൽ കാത്തു നിൽക്കുകയാണ്. അവിടുത്തെ സർക്കാർ അനുമതി കിട്ടുമോ, ജില്ലാ ഭരണകൂടം അനുമതി നൽകുമോ എന്നറിയാൻ. സംഭലിലെ മസ്ജിദ് സർവേയുമായി ബന്ധപ്പെട്ട് പോലീസ് വെടിവെപ്പിൽ 6 മുസ്ലിം ചെറുപ്പക്കാർ കൊല്ലപ്പെട്ട സംഭവ സ്ഥലത്തേക്ക് സന്ദർശിക്കാനായി പോവുകയാണ് രാഹുൽ ഗാന്ധി. ഇവിടെ നിന്ന് ഇനിയും ഒരു 140 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തിന് സംഭലിലെത്താൻ കഴിയുക. പക്ഷെ പോലീസ് അദ്ദേഹത്തെ അതിർത്തിയിൽ തന്നെ തടഞ്ഞിരിക്കുന്നു. ഒരു നിലക്കും പോകാൻ കഴിയില്ല. നിയമപരമായ നിരോധനാജ്ഞയ്ക്ക് വഴങ്ങിക്കൊണ്ട് തന്നെ അതിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് 4 പേരെയോ അല്ലെങ്കിൽ 5 പേരെയോ സന്ദർശിക്കാൻ അനുവദിക്കണമെന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ആവശ്യം. അത് നിരാകരിക്കുമോ ജില്ലാ ഭരണകൂടമെന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം. പുറത്തു നിന്നാർക്കും ജില്ലയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നൊരു ഉത്തരവ് നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്റർനെറ്റൊക്കെ ടേക്ക് ഡൗൺ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇന്റർനെറ്റൊക്കെ അവിടെ പുനഃസ്ഥാപിക്കുകയും കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആവുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പുറത്തുനിന്ന് ആളുകൾക്ക് പ്രവേശിക്കുന്നതിന് പ്രശ്നം എന്താണ്? പുറത്തു നിന്നുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഒരു മണ്ഡലത്തിലും പുറത്തു നിന്നുള്ള ആളല്ല എന്നത് കാണേണ്ട കാര്യമാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇന്ത്യയിൽ ഏത് മണ്ഡലത്തിലും സന്ദർശിക്കാൻ കഴിയണം. അവരെ പുറത്തു നിന്നുള്ള ആൾ എന്നതിലേക്ക് പരിഗണിക്കുന്നതിൽ തന്നെ ഒരു യുക്തിസഹമായ ഭരണഘടനാപരമായ ലോജിക്കലായ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വാദം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ എങ്ങനെ തടയും? ഇനിയിപ്പോൾ നിരോധനാജ്ഞയാണ്, സംഘമായി പോകുന്നതിന് പ്രശ്നമാണെങ്കിൽ സംഘമായി പോകുന്നില്ല, 4 പേർ മാത്രമായി പോകാമെന്നൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ആ ആവശ്യം ഉത്തർപ്രദേശിലെ ജില്ലാ ഭരണകൂടം പരിഗണിക്കാൻ പോകുന്നുണ്ടോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം. രാഹുൽ ഗാന്ധി ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ്. തൗഫീഖ് അസ്ലം തുടരുന്നുണ്ട്. തൗഫീഖ്, അവിടെ രാഹുൽ ഗാന്ധി ഇപ്പോഴും പുറത്ത് കാത്തിരിക്കുകയാണോ അതോ അദ്ദേഹം വാഹനത്തിൽ കാത്തിരിക്കുകയാണോ? ശരിക്കും ഒരു പ്രോപ്പർ റിപ്ലൈ അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നുണ്ടോ അതോ ഇപ്പോഴും അവ്യക്തമായ
ഈ തർക്കവിതർക്കം തുടരുകയാണോ? തൗഫീഖ്, പോലീസ് അദ്ദേഹത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ അവ്യക്തതയാണോ? നിഷാദ്, പോലീസിന് ആവശ്യം പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഒരു അനുവാദം പോലീസ് ഇതുവരെയും നൽകിയിട്ടില്ല. ഈ അനുവാദം ലഭിച്ചാൽ മാത്രമേ രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ ഒപ്പം മറ്റു രണ്ടാളുകൾ, അങ്ങനെ 5 ആളുകൾക്ക് സംഭവത്തിലേക്ക് പോകാനുള്ള അനുവാദം നൽകണമെന്നാണ് ഇപ്പോൾ നേതാക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പോലീസ് ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ട്, ഒപ്പം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിക്കുന്നുവെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം ഈ ജില്ലാ ഭരണകൂടത്തോടും അപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യം കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം അവരെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ അങ്ങോട്ട് കടത്തിവിടുകയുള്ളൂ. പ്രത്യേകിച്ച് സമ്പൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ഒരു അനുവാദം വേണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമ്പലിലാണ് ഈ സംഘർഷം, വെടിവെപ്പുമെല്ലാം നടന്നതുകൊണ്ട് സമ്പൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ തടഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അതിർത്തിയിൽ രാഹുൽ ഗാന്ധിയെ തടഞ്ഞത്. അതുകൊണ്ട് സമ്പൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് സമ്മതം മൂടിയാൽ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യങ്ങൾ അദ്ദേഹം നിരാകരിക്കുകയാണെങ്കിൽ രാഹുലിനെ മടങ്ങിപ്പോകേണ്ടി വരും. മറ്റു വഴികളൊന്നും ഉണ്ടാവില്ല. ആരെയും കടത്തിവിടരുത് എന്നാണ് അദ്ദേഹം ഇന്നലെ ഒരു നിർദ്ദേശം പുറത്തിറക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ തടയുകയും ചെയ്തത്. അതുകൊണ്ട് സമ്പൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എടുക്കുന്ന തീരുമാനം നിർണായകമായിരിക്കും. ഒരുപക്ഷെ 5 ആളുകൾക്കോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അതോടൊപ്പം KC വേണുഗോപാൽ, ഇനി 3 ആളുകൾക്കോ പോകാനുള്ള ഒരു പ്രവേശനം അല്ലെങ്കിൽ അനുവാദം നൽകുകയാണെങ്കിൽ 3 ആളുകൾ സമ്പലിലേക്ക് പോകും. അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് 5 ആളുകളാണ്. 5 ആളുകളെ കടത്തിവിടുന്നതാണ്. ഒരുപക്ഷെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടാകും. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശത്തിൽ തുടർന്ന് രാഹുൽ ഡൽഹിയിലേക്ക് തിരികെ മടങ്ങിപ്പോവുകയും ചെയ്യും. ഒരുപക്ഷെ രാഹുലിന്റെ വാഹനത്തിൽ പോകാൻ അനുവദിക്കില്ലെങ്കിൽ പോലീസ് ഒരുക്കുന്ന മറ്റൊരു വാഹനത്തിൽ സമ്പലിലേക്ക് പോകാനും ഇപ്പോൾ രാഹുൽ ഗാന്ധി തയ്യാറാണ്. അതിനുള്ള സജ്ജീകരണങ്ങൾ പോലീസ് ഒരുക്കണമെന്നാണ് ഇപ്പോൾ നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോലീസ് ഇപ്പോഴും അതിനോട് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് പോണോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കടത്തിവിടണോ എന്നുള്ള തീരുമാനത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും രാഹുൽ ഗാന്ധി സന്ദർശനവുമായി ബന്ധപ്പെട്ട് നേതാക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ നിർദ്ദേശം അല്ലെങ്കിൽ സർക്കാർ രാഹുൽ ഗാന്ധിയെ കടത്തിവിടൂ എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് ഇപ്പോൾ നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്. അതിനാദ്യം ആ നിർദ്ദേശം നൽകേണ്ടത് ആ സമ്പൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്. അവിടുത്തെ സിറ്റുവേഷൻ, അവിടുത്തെ നിലവിലെ സ്ഥിതി അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് അനുസരിച്ചായിരിക്കും ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിയെ ഗാസിയാബാദിൽ തടഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സമ്പൽ എന്ത് തീരുമാനം എടുക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുന്നോട്ടുള്ള യാത്ര.